കടുത്ത പ്രാദേശികവാദവുമായി DMK പ്രകടന പത്രിക. നീറ്റ് പരീക്ഷ നിരോധിക്കും, പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കുമെന്നും ഇന്ന് പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ പറയുന്നു. ഗവർണർക്ക് അധികാരങ്ങൾ നൽകുന്ന 361 അനുച്ഛേദം ഇല്ലാതാക്കുമെന്നും പ്രകടന പത്രികയിൽ അവകാശവാദമുയരുന്നു. രാജ്യത്തെ മെഡിക്കൽ ഡെന്റൽ കോളേജ് പ്രവേശനത്തിനുള്ള നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് നിർത്തലാക്കുമെന്നാണ് DMKയുടെ വാഗ്ദാനം. The main focus was on the central government, the union government, and what the union government can do. We've tried to reach all sectors and all sections of people. To have a stable and good government, I think the numbers will be adequate for that. ഗ്രാമീണ വിദ്യാർത്ഥികൾക്ക് അവസരം നിഷേധിക്കുന്നുവെന്ന ആരോപണം നേരത്തെ തന്നെ ഇതു സംബന്ധിച്ച് DMK ഉന്നയിച്ചിരുന്നു. ഇതിന്റെ പിന്തുടർച്ചയായാണ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ DMK നീറ്റ് ഇല്ലാതാക്കുമെന്ന് വ്യക്തമാക്കുന്നത്. കേരളത്തിന് സമാനമായി ഗവർണറുടെ നിയമപരമായ ഇടപെടലുകളെ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് DMK. അതുകൊണ്ട് തന്നെ ഗവർണർക്ക് നിയമാധികാരം നൽകുന്ന 361 ഭരണഘടനാ അനുച്ഛേദം ഇല്ലാതാക്കുമെന്നാണ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനം. ഗവർണറുടെ നിയമനം മുഖ്യമന്ത്രി നടത്തുമെന്ന വിചിത്രമായ വാദവും DMK പ്രകടന പത്രികയിൽ മുന്നോട്ട് വയ്ക്കുന്നു. ദ്രാവിഡിയൻ മോഡൽ വികസനം ഭാരതത്തിലാകമാനം നടപ്പാക്കുമെന്നാണ് പ്രകടന പത്രിക പറയുന്നത്. പൗരത്വ ഭേദഗതി നിയമം റദ്ദ് ചെയ്യുമെന്ന അവകാശവാദവും ഉന്നയിക്കുന്നുണ്ട്. പോണ്ടിച്ചേരിക്ക് പൂർണ്ണ സംസ്ഥാന പദവിയും രാജ്യത്തെ എല്ലാ സ്ത്രീകൾക്കും 1000 രൂപ മാസം തോറും ധനസഹായവും പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നു. ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെപ്പോലും ചോദ്യം ചെയ്യുന്ന പ്രകടന പത്രികയാണ് DMK പുറത്തിറക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണ നേട്ടങ്ങളും മോദിയുടെ ഗ്യാരണ്ടിയും ജനം ഏറ്റെടുത്ത സാഹചര്യത്തിൽ അപ്രായോഗികമെന്ന് ഒറ്റനോട്ടത്തിൽ ബോധ്യമാകുന്ന ഉട്ടോപ്യൻ ചിന്തകളാണ് DMK പ്രകടന പത്രികയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നതും. നാഷണൽ ഡെസ്ക്, ജനം. കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കൃഷ്ണ, തീർച്ചയായും ഇപ്പോൾ നമ്മൾ സംസാരിച്ചതുപോലെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സാധ്യമല്ലാത്ത, ഒരു തരത്തിലും സാധ്യമാകാൻ സാധ്യതയില്ലാത്ത അവകാശവാദങ്ങളാണ് പ്രകടന പത്രികയിലുടനീളം കാണാൻ സാധിച്ചത്. നമുക്കറിയാവുന്നതാണ്, ഭരണഘടനയുടെ 361 അനുച്ഛേദ പ്രകാരമുള്ള ഗവർണറുടെ അധികാരങ്ങൾ എടുത്തു കളയും, ഗവർണറെ നിയമിക്കുന്നത് പോലും മുഖ്യമന്ത്രിയായിരിക്കുമെന്ന രീതിയിലൊക്കെയാണ് ഈ പ്രകടന പത്രികയിലെ വ്യാഖ്യാനങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്കൊന്നും സാധ്യത ഭരണഘടനാപരമായി ഇല്ല എന്ന് തന്നെയാണ്. മറ്റൊരു പ്രധാന വിഷയം നീറ്റ് പരീക്ഷ, അതായത് നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന മെഡിക്കൽ ഡെന്റൽ കോളേജുകളിലേക്ക് പ്രവേശനം നൽകുന്ന നീറ്റ് പരീക്ഷ പോലും പൂർണ്ണമായും ഇല്ലാതാക്കും എന്ന ഒരു നിർദ്ദേശവും ഒരു വാഗ്ദാനവും നൽകുന്നുണ്ട്. തീർച്ചയായും ഇതെല്ലാം അപ്രായോഗികമാണ് എന്ന ഒറ്റനോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, മറ്റൊരു പ്രധാന വിഷയം ഉയർന്നു വന്നത് DMK സഖ്യകക്ഷി കൂടിയായ ഇന്ത്യ മുന്നണിയിൽ ഇതിനെതിരെ മുറുമുറുപ്പുകൾ ഉയർന്നു എന്നതാണ്. കോൺഗ്രസ് വളരെ കൃത്യമായി തന്നെ തള്ളിപ്പറയുകയും ചെയ്തു. CPIയും ഈ പ്രകടന പത്രികയിലെ ഇത്തരം അവകാശവാദങ്ങളെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും അപ്രായോഗികമായതും ഭരണഘടനാ വിരുദ്ധമായതും സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതുമായ വിചിത്രമായ അവകാശവാദങ്ങൾ ഉന്നയിച്ച് അവയെല്ലാം നടപ്പാക്കുമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. അല്പസമയം മുമ്പാണ് കനിമൊഴി ഇത് സംബന്ധിച്ച് ചില പ്രതികരണങ്ങളും നടത്തിയത്. കനിമൊഴി നടത്തിയ പ്രതികരണങ്ങളിൽ അവർ തന്നെ പറയുന്നത്, യൂണിയൻ ലിസ്റ്റിലുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് കേന്ദ്ര സർക്കാരുമായി ഇടപെട്ട് കേന്ദ്ര സർക്കാർ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്, അതിനുമായി കേന്ദ്ര സർക്കാരിലേക്ക് തങ്ങളുടെ പ്രതിനിധികൾ എത്തേണ്ടതുണ്ട്, അത്തരത്തിലെത്തിയാൽ ഈ നടപടികൾ സ്വീകരിക്കുമെന്നീ വ്യാഖ്യാനങ്ങളെല്ലാമാണ് പുറത്തു വരുന്നത്. തീർച്ചയായും DMK ഈ തെരഞ്ഞെടുപ്പിനെ തീർത്തും ലാഘവത്തോടെ കാണുന്നു, അല്ലെങ്കിൽ DMK ഉത്തരവാദിത്വബോധത്തോടെ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്ന് തന്നെ മനസ്സിലാക്കാവുന്ന അവകാശവാദങ്ങളും പൊള്ളയായ അവകാശവാദങ്ങളാണ് തങ്ങളുടെ പ്രകടന പത്രികയിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. കൃഷ്ണപ്രിയ.